ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മീൻകറി റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോയാണ്. അപ്പോൾ ഈ ഒരു മീൻകറി റെഡിയാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചാളമീനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 5 മീഡിയം സൈസിലുള്ള സവാളയും ഒരു 10 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറിയ പീസുകളായിട്ട് ഈ ചട്ടിയിലേക്ക് തന്നെയാണ് മൊത്തത്തിലൊന്ന് അരിഞ്ഞിടണത്. ഇപ്പോൾ തക്കാളിയും കൂടി അരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗം വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് ചെറിയൊരു ഭാഗം ഒന്ന് കോരി വയ്ക്കുന്നുണ്ട്. നമ്മൾ മീൻകറി ആ ഒരു മറ്റേ ചാറ് റെഡിയാക്കി എടുക്കൂലേ, ആ ഒരു സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. മീൻകറിയിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ പാകത്തിന്. ബാക്കിയിരിക്കുന്ന ആ ഒരു സവാളയുടെ മിക്സിയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ആ ഒരു പൊടി ഒന്ന് നല്ലോണം നമുക്ക് മൂത്ത് കിട്ടണമെങ്കിൽ ഇച്ചിരി കൂടി വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ടേ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കോരി എടുക്കുന്നുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ചൂട് മാറിയിട്ട് അരച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചിരുന്ന ഒരു മസാലയില്ല, അതിന് ചൂട് മാറിയതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെയും സവാളയുടെ ഒരു മിക്സില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടേ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 3 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ചാറ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാള മീനായതുകൊണ്ട് ഉടയാനും അങ്ങനെ ഉടഞ്ഞൊന്നും പോകില്ല, ചെറിയ ചാളയല്ലേ. അപ്പോൾ നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ആ ഒരു ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചൊരു 2 പിടി തേങ്ങയും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തിട്ട് ഇത് തിളപ്പിക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂട് കയറി, ഇതിപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അടുപ്പിലായിട്ട് പെട്ടെന്ന് തന്നെ ചൂടായിക്കൊള്ളുമല്ലോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ താളിപ്പിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം. കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.